ചേച്ചിയെ എന്തായി തപ്പിക്കൊണ്ടിരിക്കുന്നേ? എടാ നമുക്കേ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ജിമുക്ക കാണിച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പല ടൈപ്പുള്ള ജിമുക്ക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിതാ ഇത് നോക്കിക്കേ, എല്ലാവരും ചെറിയ ജിമുക്ക ചോദിക്കും, ബ്രൈഡൽ ജിമുക്ക. അത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതാ നോക്കിക്കോ, മിഡിലെ ലക്ഷ്മിയൊക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഇതിപ്പോ നമ്മളുടെ മൾട്ടി ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് റൂബിയും അവൈലബിൾ ആണ്, റൂബി മാത്രമുള്ളത് അവൈലബിൾ ആണ്. ഇതുപോലെ നമുക്ക് ഈ കൊട, നമ്മളെ തട്ട് കൊട നല്ലതുപോലെ വിടർന്നിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ജിമുക്ക ഒരുപാട് നമുക്ക് ഓൺലൈനിൽ എൻക്വയറി വരാറുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോസ് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനൊക്കെ നോക്കിയേ, ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോന്നും ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു നീളമുള്ള ടൈപ്പ് ജിമുക്കനോടാണ് ഇഷ്ടമെങ്കിൽ കണ്ടോ, ഇത് ഒത്തിരി ഒരു ഗോൾഡി ഷെയ്ഡല്ല, എന്നാൽ ഒരുപാട് ഡാർക്ക് ആൻറ്റിക്കും അല്ല, ഭയങ്കര മിനിമൽ ആയിട്ടുള്ളൊരു പീസാണ്, പക്ഷെ ഭയങ്കര എലഗൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു ജിംക സൈസ് വലുത് വേണം, ടോപ്പിലുള്ള ആ ഒരു സ്റ്റഡ് പോർഷൻ ചെറുത് മതി എന്നുള്ളവർക്ക് പറ്റിയൊരു ജിംക്കയാണ് ഇത്. അങ്ങനെ ഒരുപാട് ബ്രൈഡൽ ജിംകാസ് ഉണ്ട്. പിന്നെ എല്ലാവരും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നതാണ്, എന്താണ് ബ്രൈഡൽ ജിംകാസ് എല്ലാം ഒരു 1000 റേഞ്ചിലാണോ വരുന്നതെന്ന്. കാരണം വേറൊന്നുമല്ല, ഇതെല്ലാം പ്രീമിയം ജിംകാസ് ആണ്. നിങ്ങൾ ഗോൾഡിൽ ഒരു ജിംക, ബ്രൈഡൽ ജിംക വാങ്ങിയാൽ എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ എക്സാക്റ്റിലാണ് ഇത് ഇരിക്കുന്നത്. ഇതൊക്കെ നോക്കിയേ, ക്ലോസ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഓരോന്നും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ വന്നേക്കുന്നത്. പിന്നെ ഗ്രീനിൽ ജിംകാസ് ചോദിക്കുന്നവരുണ്ട്, ഗ്രീൻ ജിംക ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഐറ്റം ആണ് ഇതാ ഇങ്ങനെ തട്ട് ജിമുക്ക. അപ്പം ഇതിൻ്റെ നമുക്ക് 3 തട്ടിലുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നതും സോൾഡ് ഔട്ട് ആയതും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, അത്രയും ഫാസ്റ്റ് ആയിരുന്നു.